ഹായ് ബ്രോ. നിങ്ങൾ പിറവത്തേക്ക് വരുന്നവർ പാലം കയറി പള്ളിക്കലേക്ക് തിരിയുന്നവർ ഒന്ന് ശ്രദ്ധിച്ചു വരണേ. പ്രത്യേകിച്ച് ടൂ വീലറിൽ വരുന്നവർ. ആ രണ്ട് സൈഡിലും ഓരോ അപകട കുഴികളുണ്ട്. നമുക്ക് ഈ അപകട കുഴികളൊന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ ഈ കാണുന്ന രണ്ട് കുഴികൾ, ഒന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ സൈഡിലുണ്ട്. ഇതേപോലെ തന്നെ അപകടകരമായ കുഴികളാണ്. ഇത് ആര് വെട്ടിച്ചെന്നറിയില്ല. വാട്ടർ അതോറിറ്റി ആണോ അതോ ഇലക്ട്രിസിറ്റി ആണോ അതോ നഗരസഭയാണോ, ആര് വെട്ടിച്ചതാണ്? വെട്ടിയവനും വെട്ടിച്ചവനൊക്കെ സൂക്ഷിച്ചു നടക്കുമ്പോൾ വെട്ടിലായ രണ്ട് സാധാരണക്കാരുടെ അവസ്ഥയാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. ഇന്നലെ റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞ് രാവിലെ വന്ന രണ്ട് സഹോദരങ്ങൾ, അന്നത്തിന് രാവിലെ പണിക്കിറങ്ങിയ രണ്ട് സഹോദരങ്ങൾ, അവർ ഈ കുഴിയുടെ ഭാഗത്ത് വന്നപ്പോൾ വണ്ടിക്ക് സൈഡ് കൊടുത്ത് അവർ ഈ കുഴിയുടെ അകത്ത് അകപ്പെടുകയും വണ്ടി സ്ലിപ്പായി അവർ തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അതിൽ ഒരാൾക്ക് സർജറി ആവശ്യമുള്ളതിനാൽ അവരിപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അവരുടെ അവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങള് മെഡിക്കൽ കോളേജിലാ കോട്ടയത്ത് ഈ CT സ്കാൻ ചെയ്തതിന്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. നിലവിൽ മറ്റേ ഒരാൾക്ക് എന്തോ ഒരു സീരിയസ് ആയിട്ട് പറ്റിയെന്ന് പറഞ്ഞു. അത് എന്തൊക്കെയാ പുള്ളിക്ക് പറ്റിയത്? പുള്ളിയുടെ ഇടതുകാലിനില്ലേ, ഇടതുകാലിന് ഇതുണ്ട്, പൊട്ടലുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചോട്ടെ ചേട്ടാ? അവിടുന്ന് വന്നു കഴിഞ്ഞ് ഞാനാ വണ്ടി ഓടിച്ചിരുന്ന. ഓക്കെ. അവിടെ ഒരു ഇടത് സൈഡ് ചേർത്തിങ് പോരാന്നോർത്ത് ഈ കുഴി ശ്രദ്ധയിൽപ്പെട്ടില്ല. നേരം വെളുത്തിങ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ആ കുഴി ചാടിയിട്ടങ്ങ് വണ്ടി എടുത്തു മറിയുമായിരുന്നു. വട്ടം തിരിഞ്ഞു വണ്ടി. ഓക്കെ. വട്ടം തിരിഞ്ഞ് അവിടെ വീണ്. ആദ്യം ജനറൽ ഹോസ്പിറ്റലിലായിട്ടാ പോയെ. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, ഇത് ഇവിടെ അർജന്റ് ചെയ്യേണ്ട കേസാണ്, അതങ്ങനെ ഇവിടെ ചെയ്യാൻ ഇപ്പൊ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ. ഓക്കെ. പിന്നെ അവിടുത്തെ 108 ആംബുലൻസ് അവര് തന്നെ അറേഞ്ച് ചെയ്ത് ഇവിടെ കോട്ടയത്ത് വന്നു. ഓപ്പറേഷൻ ചെയ്യണം എന്ന് അവര് പറഞ്ഞു. അത് അവിടെ കോട്ടയത്ത് ചെയ്യോ? കോട്ടയത്ത് ചെയ്യും. അതിനുള്ള പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ CT സ്കാൻ കഴിഞ്ഞിട്ട് അടുത്ത ഡോക്ടറെ ചെന്ന് കാണുമ്പോഴാണ് അഡ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അന്നത്തിന് ഇറങ്ങിയ രണ്ട് സാധാരണക്കാരുടെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ? ആരാണ് ഉത്തരവാദികൾ? വാട്ടർ അതോറിറ്റി ആണോ, ഇലക്ട്രിസിറ്റി ആണോ, നഗരസഭയാണോ? അപകടം വരുന്നതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപകടം വരാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നഗരസഭയോടും ഇനിയും അടുത്ത അംഗത്തിനിറങ്ങുന്ന നമ്മുടെ അനൂപ് ജേക്കബ് സാർ MLA-യോടും ഒരേ കാര്യം പറയാനുള്ളൂ. ഇതുപോലെ വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി എന്നിവ കുഴിയെടുത്തിരിക്കുന്ന പല കുഴികളും നിലവിൽ പിറവത്ത് മൂടിയിട്ടില്ല. ഇനി ഇതുപോലെ ഒരു അപകടം വരാതെ നോക്കേണ്ട ശ്രദ്ധ നിങ്ങളുടെയാണ്. നിർത്തുന്നു. എൽദോസ് കരാമൽ.